ഗന്ധർവന്മാരുടെ കഥയാണ്. ഓക്കെ ഓക്കെ അപ്പോ കൃഷ്ണൻ എവിടെയാണ് താമസിച്ചിരുന്നത് ചെറിയ കുട്ടിയാവുമ്പോ? അത് നിങ്ങൾക്ക് അറിയുമോ? എവിടെയാ കൃഷ്ണൻ താമസിച്ചിരുന്നത്? എവിടെ? വൃന്ദാവൻ. വൃന്ദാവനത്തിലാണ് ഇരുന്നത് അല്ലേ? അപ്പൊ വൃന്ദാവനം വളരെ മനോഹരായിരുന്നു. വൃന്ദാവനത്തില് കൃഷ്ണനെ ആരാണ് നോക്കി നടത്തിയിരുന്നത്? ആരാണ് അമ്മയായിരുന്നു? ആരാണ് അച്ഛനായിരുന്നു വൃന്ദാവനത്തില്? യശോദാമ്മയും നന്ദകുമാറും. വെരി ഗുഡ്. നന്ദഗോപരും യശോദാമയുമാണ് ആരായിരുന്നത്? അച്ഛനും അമ്മയുമായിരുന്നത് അല്ലേ? അച്ഛനും അമ്മയും യശോദാമയും നന്ദഗോപരുമായിരുന്നു. ഇനി അവിടെ എന്തായിരുന്നു പ്രധാനമായി ചെയ്തിരുന്ന കള്ളത്തരം ഭഗവാൻ? എന്ത് കള്ളത്തരം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു? യെസ്, വെണ്ണ മോഷ്ടിക്കുക. അതായത് അമ്മയുടെ അടുത്ത് നിന്നാണോ മോഷ്ടിച്ചിരുന്നത്? ആരുടെ അടുത്ത് നിന്നാ മോഷ്ടിച്ചിരുന്നത്? ഏ ഏ ആരുടെ അടുത്തുനിന്ന്? ഗോപികമാരുടെ അടുത്തുനിന്ന്. ശരിയാണ്, ഗോപികമാരുടെ അടുത്തുനിന്ന് വെണ്ണ മോഷ്ടിക്കലാണ് പ്രധാനമായും ചെയ്തിരുന്നത് അല്ലേ? അങ്ങനെ ഒരു ദിവസം ഗോപികമാരെല്ലാവരും കൂടി ഒരു ദിവസം ഭഗവാൻ ഇങ്ങനെ കിടന്നുറങ്ങായിരുന്നു. ആ സമയത്തുണ്ടല്ലോ നമ്മുടെ എങ്ങനെയായിരുന്നു നമ്മുടെ യശോദാമ വെച്ചാല്, യശോദാമ മുഴുവൻ സമയം ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ്, ഭഗവാൻ ഉണ്ടാക്കുന്ന പ്രസാദം പോലും ഭഗവാൻ ഇങ്ങനെ സ്മരിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടാ. അപ്പൊ അങ്ങനെ ഭഗവാനെ സ്മരിച്ച് യശോദാമ എന്ത് ചെയ്യായിരുന്നു? ഇങ്ങനെ വെണ്ണ എങ്ങനെയാണ് കടഞ്ഞെടുക്കുകയായിരുന്നു. ആ സമയത്ത് വെണ്ണ കടഞ്ഞെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് പാട്ടൊക്കെ പാടിയിട്ടാണ് യശോദാമ്മ വെണ്ണ കടയണത്. അതും ഭഗവാന്റെ പാട്ടാണ്, കൃഷ്ണന്റെ ഇങ്ങനെ കളിക്കണ പാട്ടുകളൊക്കെയാണ്, ഓരോ വൃന്ദാവനത്തിൽ കളിക്കണതും വികൃതി കാട്ടണമൊക്കെ പാട്ട്. അപ്പൊ ഇത് കേട്ടപ്പോൾ എന്തു സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഉണർന്നു ഓടി വരികയാണ്. ഓടി വരുമ്പോൾ അമ്മ അതാ വെണ്ണ കടയണം. അപ്പോൾ വെണ്ണ കടയണ സമയത്ത് ഇങ്ങനെ കിണുങ്ങി പോയിട്ട് പറഞ്ഞു, അയ്യോ എനിക്കിങ്ങനെ പാല് വേണം എന്നുള്ളത് കാണിക്കൂല്ലേ ചിലപ്പോൾ കുട്ടികൾ, ഇങ്ങനെ കിണുങ്ങി ഇങ്ങനെ ഹി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയും. അങ്ങനെ കണ്ണൻ പോയിട്ട് അടുത്ത് പോയി കരഞ്ഞപ്പോൾ യശോദാമയ്ക്ക് മനസ്സിലായി ഇത് പാല് കിട്ടാനാണ് എന്ന് വിചാരിച്ചിട്ട് മടിയിലിരുത്തി പാല് കൊടുക്കുകയാണ്. അപ്പോൾ ആ പാല് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അടുക്കളയിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാല് തിളച്ചു പോണു. അപ്പൊ യശോദാമ്മ എന്ത് ചെയ്യും? പാല് കൊടുക്കാറുന്നൊന്നും ഓർമ്മയില്ലാണ്ട് കുട്ടീനെ അവിടെ ഒരു വെക്കല വെച്ചിട്ട്, കണ്ണനെ അവിടെ നിലത്തൊരു വെക്കല വെച്ചിട്ട് ഒരു ഒറ്റപ്പൊക്ക്. അപ്പോൾ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഉണ്ണികൾക്ക് പാല് കുടിക്കുമ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണ കാര്യം. അപ്പൊ കണ്ണന് ഭയങ്കര ദേഷ്യം വന്നു. കണ്ണൻ എന്ത് ചെയ്തു? ഉണ്ണിക്കണ്ണൻ അവിടുന്ന് അങ്ങോട്ട് എന്താ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഒരു കല്ലെടുത്തിട്ട് ആ വെണ്ണക്കലം അങ്ങടെ പൊട്ടിച്ചു. അതിന് ശേഷം അതും പോരാണ്ട് അങ്ങോട്ട് ഓടി, വെണ്ണയൊക്കെ എടുത്തു വെക്കണ സ്റ്റോർ റൂം ഉണ്ട്, അങ്ങോട്ട് ഓടിയിട്ട് കൊരങ്ങന്മാരെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് അത് മുഴുവൻ വാരി കട്ട് തിന്ന് ആകെ അലങ്കോലാക്കി. ഉണ്ണിക്കണ്ണൻ വിചാരിച്ചില്ല അമ്മ കണ്ടുപിടിക്കുന്നേ. അമ്മ ഈ പാലൊക്കെ ഇറക്കി വെച്ച് വന്ന് നോക്കുമ്പോണ്ട് കുഞ്ഞു സ്റ്റെപ്പുകൾ, ഈ വെണ്ണയിൽ ചവിട്ടി നടന്നതിൻ്റെ കുഞ്ഞു സ്റ്റെപ്പുകൾ. അപ്പം ആ കുഞ്ഞു സ്റ്റെപ്പുകളുടെ പിന്നാലെ ആര് പോയി? അമ്മ പോയി. അപ്പം എന്താ സ്റ്റോർ റൂമിൽ നിൽക്കുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട്. അപ്പൊ അമ്മ വരണത് ആദ്യം തന്നെ ഈ ചിലങ്കയുടെ സൗണ്ടും ഒക്കെ കേട്ടപ്പോൾ അമ്മ വരണത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഓടി, കണ്ണൻ മാത്രം അവിടെ പെട്ടത്. അങ്ങനെ യശോദാമ്മ ഒരു വടിയെടുത്ത് ഓടിയെത്തുക. അടിക്കാൻ ഓടിയെത്തി പിടിച്ച് അവസാനം ഒരു ഉരലുമ്മ കെട്ടിയിട്ടും. അതിനൊക്കെ വേറെ കുറേ കഥകളുണ്ട്, അതൊക്കെ നമ്മൾ പിന്നെ സന്ദർഭങ്ങളിൽ പറയും. അപ്പം നമുക്കറിയേണ്ടത് ഗന്ധർവന്മാരുടെ കഥയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരലുമ്മ കെട്ടിയിട്ട സമയത്ത് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉണ്ണിക്കണ്ണനാണെങ്കിൽ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണേ. ഒരു നിമിഷം പോലും ഇഷ്ടമില്ല വെറുതെ ഇരിക്കാൻ. അങ്ങനെ ഈ ഉണ്ണിക്കണ്ണൻ ഈ ഒരല് അങ്ങനെ ഉരുട്ടി അവിടെ തന്നെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന 2 അർജുന മരത്തിൻ്റെ ഇടയിൽ കൂടെ ഉരുട്ടും.
മനസ്സിലാവണ്ട? രണ്ട് അർജുന മരത്തിന്റെ ഇടയിൽ കൂടെ ഉരുട്ടിയപ്പോ എന്തുണ്ടായി? ഭഗവാന് നല്ല ശക്തിയല്ലേ. ഈ അർജുന മരം മരത്തിന്റെ പേര് ഓർക്കണം. എന്തു മരമായിരുന്നു? അർജുന മരം. ഈ അർജുന മരം രണ്ടും പിഴുതു വീണിട്ട് അതിൽ നിന്ന് എന്ത് സംഭവിക്കും? അതിൽ നിന്ന് രണ്ട് ഗന്ധർവന്മാർ ഇതാ പുറത്തേക്ക്. കണ്ടില്ലേ നിങ്ങൾ ചിത്രം? കാണാല്ലേ? ചിത്രം ആ ദേ അപ്പൊ ഭഗവാൻ ആകെ പേടിച്ചിട്ട് നിക്കണ പോലെ ഉണ്ട് അവിടെ, ഒന്നും അറിയാത്ത പോലെ. അപ്പൊ എന്താ ഈ ഗന്ധർവന്മാരുടെ കഥ വെച്ചാല്, ഈ ഗന്ധർവന്മാരെ നമ്മുടെ സ്വർഗലോകത്തിലെ ഖജനാവ് സൂക്ഷിപ്പുകാരനായ ട്രഷറി എന്ന് പറയും, ഖജനാവ് സൂക്ഷിപ്പുകാരനായ കുബേരന്റെ മക്കളാണ്. കുബേരനാണ് ഏറ്റവും എല്ലാ സ്വർണങ്ങളും അല്ലെങ്കിൽ എല്ലാ പൈസകളും ഹാൻഡിൽ ചെയ്യണത് സ്വർഗത്തിൽ. ആരാണ്? കുബേരൻ. അപ്പൊ കുബേരന്റെ രണ്ട് മക്കളാണ് ഈ നിൽക്കുന്നത്. ഒരാളുടെ പേര് നളൻ, ഒരാളുടെ പേര് കുബേരൻ. പറഞ്ഞേ. അല്ല, മണിഗ്രീവൻ. സോറി, നളകുബേരനും മണിഗ്രീവനും. ഒന്ന് പറഞ്ഞേ രണ്ടാളുടെ പേര്. കുബേരന്റെ രണ്ട് മക്കള്. ആ നളകുബേരനും മണിഗ്രീവനും. അപ്പൊ ഇവരെന്ത് തെറ്റാ ചെയ്ത് ഇവിടെ ഇങ്ങനെ മരമായി പോവാൻ? അപ്പൊ അവരുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോയപ്പോഴാണ് അറിയണത് എന്താ സംഭവിച്ചത്. നാരദമുനി ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവായിരുന്നു കാട്ടിൽ കൂടെ. മന്ദാകിനി നദിയുടെ തീരത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ദേ ഈ ഗന്ധർവന്മാര് ഭയങ്കര സുഖലോലുപരായിരുന്നവര്. സുഖിച്ചു മതിച്ചു നടക്കുന്ന ഇവർ രണ്ടുപേരുമാണ് ഗന്ധർവന്മാർ. ഈ സോമരസം എന്ന് പറയും. നമ്മുടെ ഇവിടെ ഇങ്ങനെ മദ്യം എന്ന് പറയുന്നതിന് പകരം അവിടെ പറയുക സോമരസം എന്നൊക്കെയാണ്. അപ്പൊ സോമരസമൊക്കെ കുടിച്ച് അർദ്ധനഗ്നരും അല്ലെങ്കിൽ പൂർണ്ണമായി നെക്കഡായിട്ട് അവർ ഈ നദിയിൽ ഇങ്ങനെ സുഖമായി ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാരദമുനി ആ വഴി കൂടെ വരുന്ന കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അപ്സരസുകളൊക്കെ ഓടി ഓടി മറിഞ്ഞു. ശാപം കിട്ടുന്നു പേടിച്ചിട്ട് ഓടി മറിഞ്ഞു, തൊഴുത് ഓടി മറിഞ്ഞു. പക്ഷേ ഈ ഗന്ധർവന്മാർക്കാണെങ്കിലോ യാതൊരു ബോധവുമില്ല, കണ്ണ് കാണാനില്ല, കുടിച്ചിങ്ങനെ ഇരിക്കല്ലേ. അപ്പൊ കണ്ണ് കാണാതെ അവരിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുടിയും രസവും വെള്ളത്തിൽ കളിയൊക്കെ ആയിട്ട് നമ്മുടെ ആരെയും മൈൻഡ് ചെയ്തില്ല, നമ്മുടെ നാരദരെ മൈൻഡ് ചെയ്തില്ല. അപ്പൊ നാരദർ എന്ത് ചിന്തിച്ചു? നമ്മളെല്ലാവരും വിചാരിക്കും നാരദർ ചെയ്ത് തെറ്റാണ് എന്ന്. പക്ഷെ നാരദർ എന്ത് ചിന്തിച്ചു? ആദ്യം ചിന്തിച്ചത് ഇവർ ആരുടെ മക്കളാ? അയ്യോ, ഇവര് നമ്മുടെ കുബേരന്റെ മക്കളല്ലേ, ഇത്ര നല്ല ആളുടെ രണ്ട് കുട്ടികളല്ലേ ഇപ്പൊ ഈ ഗതികെട്ട സ്ഥിതിയില് കുടിച്ചു മതിച്ചിരിക്കണെന്നാണ് ആദ്യം ആലോചിച്ചത്, അല്ലേ? നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ. നമ്മുടെ വേണ്ടപ്പെട്ടവര് നമ്മൾ നാശമായി നടക്കുന്നത് കണ്ട ഇഷ്ടപ്പെടില്ല, അല്ലേ? നമ്മൾ കുടിക്കുക അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടിൽ പെടുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആരും അത് ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെയാണ് നാരദരും ചെയ്തത്. നാരദർക്ക് ആകെ വിഷമായി. നാരദർ എന്ത് ചെയ്തു? ഇവരെ എങ്ങനെയെങ്കിലും നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് നാരദർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ നാരദർ എന്ത് ചെയ്തു? ശപിക്കുക എന്നാ പറയുക, പക്ഷെ ശരിക്കും ശാപമല്ല കൊടുത്തത്. അവരെ കണ്ടിട്ട് ശപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഡ്രസ്സ് ഇടാൻ ഇഷ്ടമില്ലാത്ത കാരണം ഇനി അടുത്ത ജന്മം നിങ്ങൾ ഒരു വൃക്ഷമായി മരങ്ങൾക്ക് ഡ്രസ്സ് ഇടണ്ടല്ലോ, ഇവർക്കും ഡ്രസ്സ് ഇടാൻ ഇഷ്ടമല്ല, അപ്പൊ ഒരു വൃക്ഷങ്ങളായിട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. വൃക്ഷങ്ങളായിട്ട് ജനിക്കട്ടെ എന്ന് ശപിച്ചപ്പോൾ ഇവർക്ക് ആകെ വിഷമായി. അപ്പോഴാണ് തെറ്റൊക്കെ മനസ്സിലായത്. അയ്യോ, ഞങ്ങളാകെ മദ്യത്തിന്റെ ലഹരിയിലാന്ന് മനസ്സിലായിട്ട് നാരദരെ കാല് പിടിക്കും. അപ്പൊ നാരദരെ കാല് പിടിക്കുമ്പോൾ നാരദര് പറയും, സാരല്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, ഭഗവാന്റെ നാമം ജപിച്ചിട്ട് ഇങ്ങനെ നിൽക്ക്. അപ്പൊ ദ്വാപര യുഗം ആവുമ്പം ആര് വരും? നമ്മുടെ കൃഷ്ണൻ വരും. കൃഷ്ണൻ ജനിക്കും, അവതാരം എടുത്ത് വരും. അവതാരിയായിട്ട് വരുമ്പം കൃഷ്ണന്റെ പാദസ്പർശം ഏറ്റിട്ട് നിങ്ങൾക്ക് മോക്ഷം കിട്ടും. അതുവരെ ഭഗവാന്റെ നാമം ജപിച്ചിരിക്കാൻ. അവർക്ക് ശരിക്കും കിട്ടിയത് ഒരു അനുഗ്രഹമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ഒരേ നിപ്പ് നിന്ന് ഭഗവാന്റെ നാമം ഏകാഗ്രതയോടുകൂടി ജപിക്കാനുള്ള ഒരു വരദാനമാണ് ആർക്ക് കിട്ടിയത്? ഈ മണിഗ്രീവനും ആർക്കും കിട്ടിയത്. എന്നിട്ട് ആളുടെ പേരെന്താ? രണ്ടാൾക്കാരെ പറഞ്ഞെന്നില്ലേ? മണിഗ്രീവനും പിന്നാരാ? മറ്റേ ആളുടെ പേര് മറന്നു അപ്പോഴേക്കും. രണ്ട് ഗന്ധർവന്മാരുടെ മണിഗ്രീവനും
ഹെ ആ നളകുവേരൻ. നളകുവേരൻ, വെരി ഗുഡ്, നളകുവേരനും. അപ്പൊ അവർ അത്രയും ദിവസം ഭഗവാന്റെ വരവിന് വേണ്ടി കാത്ത് ഭഗവാന്റെ നാമം ജപിച്ച് പ്രാർത്ഥിച്ചു നിന്നു ഇത്രയും കാലം. അങ്ങനെ പ്രാർത്ഥിച്ചു നിന്ന് അവരുടെ പ്രാർത്ഥന ഒടുവിൽ ഫലിച്ചു. ഭഗവാന്റെ പാദസ്പർശമേറ്റ് അവര് വീണ്ടും അവരുടെ പഴയ ശരീരം വീണ്ടും കിട്ടി. ശാപത്തിൽ നിന്നും മോക്ഷം കിട്ടി. ചീത്ത സ്വഭാവങ്ങളൊക്കെ പോയി. ഭഗവാനെ ജപിക്കുമ്പോൾ അതാ പ്രത്യേകത. എന്തഴുക്ക് മനസ്സിലുണ്ടോ അതെല്ലാം മെല്ലെ മെല്ലെ പോയി പോവും. അങ്ങനെ ഭഗവാൻ ആ മനസ്സിലുള്ള അഴുക്കൊക്കെ പോയി പൂർണ്ണ ശുദ്ധരായി അവരുടെ ലോകത്തേക്ക് തിരിച്ചു പോയി. കേട്ടോ? ഇതാണ് നാരദൻ രക്ഷിച്ച 2 ഗന്ധർവന്മാരുടെ കഥ. ഇനി നാരദൻ കുറേ പേരെ രക്ഷിച്ചിട്ടുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. നാളെ നമ്മുടെ സ്പെഷ്യൽ ക്ലാസ് ആണ്. ഇങ്ങനെ 10 പേരൊന്നും വന്നിരുന്നാൽ പറ്റില്ല. ഒരു 10-20 പേരെങ്കിലും വേണം. അപ്പം ഇന്ന് വന്നവരെന്തായാലും വരിക. ബാക്കിയുള്ളവരെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സിൽ എല്ലാവരും ഇരിക്കണം കേട്ടോ. ഒരാൾ മാത്രമല്ല, ചോദിക്കണതിനെല്ലാം കൃത്യമായി ഉത്തരം പറയാൻ. ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് പാദസേവനം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എന്താ കാര്യം മനസ്സിലായില്ല? പാദസേവനം അറിഞ്ഞില്ലേ നിങ്ങള്? കഥയൊക്കെ കേട്ടിട്ട് പിന്നെ മിണ്ടാതിരുന്നല്ലോ. അപ്പൊ എല്ലാവരും ആൻസർ പറയണം കേട്ടാ. നിങ്ങളൊക്കെ മിടുക്കരാണ്. കേട്ടില്ലേ? ഓക്കെ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ് നിർത്താട്ടോ. ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.